ഇവിടെ ചെന്നൈയിലെ ഓണല്ലേ ഞങ്ങൾക്ക് പൊതുവേ ഒരു സുഖം ഉണ്ടാവാറില്ല. കാരണം നമുക്കങ്ങനെ അടുത്തടുത്ത് ഒരേ ഫ്ലാറ്റിൽ മലയാളീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു ഷെയറിങ്ങും ഒരു ഓണാഘോഷമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു ഏകാന്തതയാണ്. പിന്നെ എല്ലാവർക്കും ജോലി സ്കൂള് എല്ലാം ഉണ്ടല്ലോ, ഉത്രാടമായിട്ട് ആർക്കും ലീവൊന്നുമില്ല. സോ ഞാൻ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കേട്ടിട്ടാണ് രാവിലെ ആ ഒരു ഓണത്തിൻ്റെ ഒരു പ്രതീതി ഇങ്ങനെ വരുത്തണേ. ഇന്ന് നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും പറ്റില്ല. കാരണം രണ്ടുപേർക്കും എക്സാമാണ്. ഒരാളുടെ ഇപ്പോൾ ഒന്ന് കഴിഞ്ഞു, അടുത്ത ആളുടെ ഇപ്പോൾ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ലോക്ക്ഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അച്ഛനും അമ്മേനെയൊക്കെ വിളിച്ചു. അവർക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് രണ്ട് അച്ഛനമ്മമാർക്കും വരാനൊക്കെ ബുദ്ധിമുട്ട്. മെയിനായിട്ട് പരീക്ഷയുള്ള സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ നമ്മളായിട്ട് തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. വർഷങ്ങളായി അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ എല്ലാവരുടെയൊക്കെ കൂടെ ഓണം ആഘോഷിച്ചിട്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ക്ലീനിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ പിന്നെ റെഗുലറായിട്ടുള്ള ഒരു ക്ലീനിങ്, നമ്മൾ ചെറിയ വീടായതുകൊണ്ട് നമുക്കത് പറ്റുന്നുണ്ട്. അതുകൊണ്ട് കാര്യമായിട്ട് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല. കാരണം വൺസിനെ വൈൽ നമ്മളതങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് ചെയ്തുകൊണ്ട് ഇരിക്കണോണ്ട് വലിയ ക്ലീനിങ് ഇല്ല. എന്നാലും ഫാൻ എന്ന് പറയുമ്പോൾ അത് എപ്പോൾ നോക്കിയാലും വൃത്തികേടാവുന്ന ഒരു സാധനമാണ്. എപ്പോഴും യൂസുള്ള സാധനങ്ങളാണ് വേഗം നാശമാവുകയെന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഫാനും അതെ, ടേബിൾ ഫാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പെഡസ്ട്രിയൽ ഫാൻ എല്ലാത്തിലും വേഗം പൊടി പിടിക്കും. പിന്നെ സോഫ ക്ലീനിങ്, പിന്നെ അടിച്ചു വാരി തുടയ്ക്കൽ, അങ്ങനത്തെ ചെറിയ പണികളൊക്കെ നമ്മൾ ഉത്തരാടത്തിൻ്റെ അന്നാണല്ലോ ചെയ്യുക. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ക്ലീനിങ് പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിക്കണേ, സാധാരണ നമ്മൾ ടോട്ടലി ഒരു ക്ലീനിങ് വീട്ടിൽ നടത്തുമല്ലോ. അതായത് പഴയ സാധനങ്ങളൊക്കെ എടുത്ത് കളയുക, പിന്നെ പുതിയ സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുക, പിന്നെ പൊതുവേ ഒരു വൃത്തിയാക്കണ ഒരു സീസണാണല്ലോ. അപ്പോൾ ഞാൻ കയ്യോടെ പൂജ റൂമിൻ്റെ ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എനിക്ക് വേറെ പ്ലാൻ ഉണ്ട് കേട്ടോ, പുതിയ ഒരു പൂജ യൂണിറ്റ് പണിയണം എന്നുണ്ട്. അപ്പം അതിൻ്റെ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുവരെ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം, ഒതുക്കി വെക്കണം എന്നുണ്ട്. പിന്നെ കുട്ടികളുടെ റൂമാകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി എൻ്റെ ഒരു ഹോബി എന്ന് പറയണത് ഇവരുടെ റൂം ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ പൊതുവെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ക്ലീനായിട്ടിരിക്കാറുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ വാൾപേപ്പർ ഇളകി. ഇനിയിപ്പോൾ ഈ ഒരു കളറും ഇവിടെ സ്യൂട്ട് ആവണില്ല കേട്ടോ. കാരണം ലൈറ്റ് ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ ഇതൊരു ഡാർക്ക് കളറായതുകൊണ്ട് റൂമിൽ ലൈറ്റ് തീരെയില്ല. അപ്പോൾ കുട്ടികൾ പറയേണ്ടത് ഇത് മാറ്റണം എന്ന്. ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും ആലോചിക്കാണ്ടൊന്നും പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യാൻ പറ്റില്ല, എന്ന് നമുക്ക് ആലോചിക്കാം, ചെറിയൊരു മേക്ക് ഓവർ പോലെ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണെന്നോ എന്താണെന്നൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ട്. പിന്നെ ഈ റൂമും അതെ, ജസ്റ്റ് ഒന്ന് ഒരു ടൈഡി അപ്പ് ചെയ്തേണ്ട ഒരു ആവശ്യമുള്ളൂ, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ വന്നു. പുറത്തൊക്കെ ഒന്ന് നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ട് കേട്ടോ, മഴ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലഞ്ച് കഴിച്ചു. പിന്നെ ഉത്തരാടായിട്ട് നിങ്ങളൊക്കെ നല്ല ഒന്നാണായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചിരിക്കുകയായിരിക്കും. ഞങ്ങൾക്കിവിടെ ചപ്പാത്തിയും പനീറുമാണ്. കാരണം സ്കൂളിലേക്ക് ഇന്ന് ചപ്പാത്തി കൊടുത്തയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഉണ്ടാക്കി കയ്യോടെ. നമുക്ക് പ്രത്യേകിച്ച് സദ്യ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ദിവസം വരാൻ പോവാണല്ലോ. അപ്പോൾ പൂജാ റൂമിൻ്റെ അടിയിലത്തെ ആ ഷെൽഫ് ഭയങ്കര മോശം അവസ്ഥയിലിരിക്കണതുകൊണ്ട് ഞാൻ അന്ന് വാങ്ങിച്ച ആ ഓർഗനൈസേഴ്സൊക്കെ വെച്ചിട്ട് അവിടെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഒരു 3-4 പെട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ കവറിലാക്കിയിട്ടാണ് എല്ലാ സാധനങ്ങളും വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്ന് നോക്കാൻ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത്, കുറേ സംഭവങ്ങളുള്ളതുകൊണ്ട്. അപ്പം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഒരു ഡബ്ബയിൽ ഇട്ട് വെച്ചു. കുട്ടികളുടെ ഈ ഒരു പുതിയ, അതായത് യൂസ് ചെയ്യാത്ത പെൻസിൽസ്, റബ്ബർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡബ്ബയിലിട്ട് വെച്ചു. പിന്നെ ലാപ്ടോപ്പ് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്സസറീസ് വെക്കാനാണ് മറ്റേ ഡബ്ബ. അപ്പോൾ അങ്ങനെ ഞാൻ ഒതുക്കി. പിന്നെ ഇത് ഫുള്ള് എൻ്റെ അടുത്ത് കുറേ ഇങ്ങനത്തെ റോൾസ് ഉണ്ട് കേട്ടോ. റോൾസ് എന്ന് പറഞ്ഞാൽ PVC വാൾപേപ്പർ ഉണ്ട്, പിന്നെ മറ്റേ വാൾപേപ്പറിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് റോൾ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ലൈനറായിട്ട് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഫർണിച്ചറിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ ഞാൻ പൂജാ റൂമിൻ്റെ ആ ഒരു സൈഡിൽ ഒരു കഷ്ണം മുറിച്ചിട്ട്, അവിടെ ന്യൂസ് പേപ്പറായിരുന്നു വിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരം ഞാനത് വിരിച്ചു. ഏകദേശം ഒരേ കളറായതുകൊണ്ട് നല്ല സിങ്കായിട്ട് അവിടെ ഇരിക്കണു. പിന്നെ എണ്ണയൊക്കെ ആയാലും നമുക്ക് തുടച്ചെടുക്കാമല്ലോ, പേപ്പറാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റണ്ടേ. പിന്നെ ഈ മുടി കെട്ടി വെച്ച സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ ഡെക്കാത്തലോന്ന് വാങ്ങിച്ചതാട്ടോ. ഈ മുടി ഇങ്ങനെ മുകളിൽ കെട്ടി വെച്ച് ഇങ്ങനെ വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമായിരുന്നു ഇതെന്താണ് ഈ കവറിലെന്ന്. കാരണം കുറേ കാലമായിട്ട് അത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ പഴയ ബുക്സാണ്. ഇവർ ഓൾറെഡി ചെറിയ കുട്ടികളാകുമ്പോഴേ വായിച്ച് തീർത്തിട്ടുള്ള പ്രിൻസസിൻ്റെയും, പിന്നെ അതൊരു മഹാഭാരത ബുക്കാണ്, അതൊക്കെ വായിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. പക്ഷെ ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നറിയണില്ല. അപ്പോൾ അതിങ്ങനെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ റോളിങ്ങനെ എടുത്തപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. ആ ഒരു പൂജാ റൂമിൻ്റെ അടിയിലുണ്ടല്ലോ
എന്തോ ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ രണ്ട് കളറും തമ്മിൽ. അപ്പോൾ ആ കളറ് അവിടെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി നമ്മൾ മിസ്റ്റർ DIY എന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു വാൾപേപ്പർ. അത് ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വെറുതെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്തായാലും നമ്മളിത് ഈ ഒരു പ്ലേസ് കംപ്ലീറ്റ്ലി മാറ്റാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ പരീക്ഷിക്കാമോ അതൊക്കെ ചെയ്യാമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു. ഞങ്ങൾ നിത്തുവിൻ്റെ ധാവണി സെറ്റ് റെഡിയായി എന്ന് പറഞ്ഞിട്ട് കോൾ വന്നു കേട്ടോ. അപ്പം അത് വാങ്ങാൻ വേണ്ടി പോവാണ്. അങ്ങനെ പോയി വരുമ്പോൾ നമുക്ക് കയ്യോടെ നാളെ തിരുവോണത്തിന് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് ഞാനും നിത്തു മാത്രമാണ് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് പോയത്. കിത്തു ഇങ്ങനെയുള്ള ഷോപ്പിംഗ് കാര്യങ്ങൾക്കൊന്നും വരില്ല, ഇപ്പോൾ ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ അവളെന്നെ വീട്ടിലിരുത്തി ഞങ്ങൾ ലത സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നു. തുണി വാങ്ങിച്ചു കേട്ടോ. അത് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം, തിരുവോണത്തിൻ്റെ വീഡിയോയിൽ. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഡബിൾ ഹോഴ്സും നിറബറൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഐറ്റംസ് ഇവിടെ കിട്ടുള്ളൂ. വേറെ ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. അങ്ങനെ അവിടുന്ന് നമ്മൾ പായസം മിക്സ്, തൈര്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു. ഈ കടയിലും അതെ കേട്ടോ, ഒരു 6 മണിക്ക് ശേഷമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ബില്ലിങ്ങിനൊക്കെ കുറേ സമയം എടുത്തു. ഇനി അങ്ങോട്ട് നമുക്ക് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ കേട്ടോ ഉത്രാടത്തിൻ്റെ അന്ന്. കാരണം പോയി കഴിഞ്ഞാൽ നിത്തുവിനൊരു ഓൺലൈൻ ട്യൂഷൻ സെറ്റായിട്ടുണ്ട് ഹിന്ദിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന്, നമ്മുടെ നിവിൻ പുള്ളിയുടെ പടല്ലേ. അപ്പോൾ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. കമ്മലിൻ്റെ സെക്ഷൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും നിത്തുവിന് ഒരു ക്രേസാണ് അവിടെ ഒന്ന് നോക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഭയങ്കര ട്രാഫിക് കേട്ടോ. ഞങ്ങളുടെ റോഡ് ഭയങ്കര ട്രാഫിക്കാണ്. പോകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, വരുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഈ ടീനേജേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് ടൈപ്പ് ക്യാമറ കിട്ടിക്കഴിഞ്ഞാലും എങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാം എന്നുള്ളതാണ് അവരിങ്ങനെ ആലോചിക്കുക. അതിനൊരു ഉദാഹരണമാണ് ഈ നിത്തു എന്നുള്ളത്. പിന്നെ ഇതേ വീട്ടിലെത്തിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചു. കുറേ പച്ചക്കറിയൊക്കെ ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മൺഡേ നമുക്ക് വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മത്തങ്ങ, കുമ്പളങ്ങ അതൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ഒരു വള്ളിപ്പയർ നമുക്ക് ഓൺലൈനിൽ എനിക്ക് കിട്ടാറേ ഇല്ല. അപ്പോൾ ഇത് ഇന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴാണ് ഈ പയർ കിട്ടിയത് എനിക്ക്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, തൈര്, പിന്നെ ഈ പാലട മിക്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ കാത്തിരുന്ന ഒരു പാഴ്സൽ ഇങ്ങോട്ട് എത്തിയത്. ഞാൻ കുറേ കാലം മുമ്പ് ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് ഐഡിയ പെട്ടെന്നാണ് സ്ട്രൈക്കായത്. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു. എന്താണ് ആ സാധനം? കളഞ്ഞു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഞാനിത് ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടൊന്നല്ല. പക്ഷെ ഞാൻ എൻ്റെ ചെറിയ കുട്ടിയാവുന്ന സമയത്ത്, ഞാൻ പൂവിടുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ പേപ്പറിലൊക്കെ ഇതുപോലെ വരച്ചിട്ട് നമുക്ക് മുറ്റത്ത് വെക്കാമെന്നൊക്കെ. പക്ഷെ അത് ഒരു റിയാലിറ്റി ആയിട്ട് ഒരു റഗ്ഗിൻ്റെ രൂപത്തിലാണ് നമുക്ക് വന്നേക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഉത്രാടപ്പാച്ചിൽ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത ഓണം വീഡിയോ ആയിട്ട് കാണാം.